എല്ലാവർക്കും നമസ്കാരം. വന്ദേമാതരം പൂർണ്ണമായി മദ്രസകളിൽ പാടിയാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല. സ്വന്തം മാതൃഭൂമിയെ വണങ്ങുന്ന ഒരു ഗാനം പാടിയാൽ എന്ത് സംഭവിക്കാനാണ് എന്ന് കൽക്കട്ട ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിക്കുകയാണ്. ഇത് ഒരു കോടതി പരാമർശമായി മാത്രം പരിഗണിക്കേണ്ടതല്ല, മറിച്ച് വന്ദേമാതരത്തെ ഒരു മതപ്രശ്നമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സംഭവം ഇതാണ്: പശ്ചിമ ബംഗാളിലെ BJP സർക്കാർ എയ്ഡഡ് അംഗീകൃത മദ്രസകളിൽ രാവിലെയുള്ള അസംബ്ലിയിൽ വന്ദേമാതരം പാടണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കുന്നു. ഇതിനെതിരെ ഒരു ഹർജി സമർപ്പിക്കപ്പെടുന്നു കൽക്കട്ട ഹൈക്കോടതിയിൽ. ദേശീയ ഗീതം മദ്രസകളിൽ അടിച്ചേൽപ്പിക്കാനാവില്ല എന്ന ഹർജിക്കാരുടെ വാദത്തെ ഇവിടെ കോടതി തന്നെ ഒരു വാക്കാൽ മറികടന്നിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൽക്കട്ട ഹൈക്കോടതിയിൽ എന്താണ് സംഭവിച്ചത്, കോടതി എന്തൊക്കെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്, മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രാക്ടീസ് സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോടതി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉദാഹരിച്ചു, സമാനമായിട്ടുള്ള ഉത്തരവ് രാജ്യത്ത് മറ്റെവിടെ വന്നിട്ടുണ്ട്, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം എന്നത് ഇപ്പോൾ നിർബന്ധമായി ചെയ്യേണ്ടുന്ന കാര്യമാണോ, ഇതിൻ്റെ എല്ലാം തന്നെ നിയമപരമായിട്ടുള്ള വശം കൂടി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. കൽക്കട്ട ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തപബ്രത ചക്രബർത്തിയും ജസ്റ്റിസ് പാർത്ഥസാരഥി സെന്നും അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് സൗരവ് ദത്ത എന്നയാൾ സമർപ്പിച്ച ഈ ഹർജി കേട്ടത്. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകനും CPM നേതാവുമായ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യയാണ്. ഹർജിക്കാരുടെ വാദം ഇതായിരുന്നു: വന്ദേമാതരം എന്നത് ദേശീയ ഗാനമല്ല, ദേശീയ ഗീതം മാത്രമാണ്. ദേശീയ ഗാനത്തിന് ഭരണഘടനാപരമായി ഉയർന്ന സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ ഗീതം മദ്രസയിലെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാവില്ല എന്നാണ് അവർ വാദിച്ചത്. ഇതിനോടാണ് കോടതി മദ്രസകളിൽ വന്ദേമാതരം പാടിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിച്ചത്. ഇവിടെ കോടതി വളരെ വ്യക്തമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരാൾ അയാളുടെ മതത്തിൽ നിന്നല്ലാതെ മറ്റൊരു മതത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ആപ്തവാക്യം എടുത്ത് ചൊല്ലിയാൽ അയാളുടെ സ്വന്തം മതത്തിൽ നിന്ന് പുറത്താകുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പലപ്പോഴും ലോർഡിനോട്, അതായത് ദൈവത്തിനോടുള്ള പ്രാർത്ഥനയുണ്ട്. അതിന് ഒരു ക്രിസ്തീയ സ്വഭാവമുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ആ സ്കൂളിലുള്ള എല്ലാ ആൾക്കാരും, എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു ഗാനത്തിൽ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുമുണ്ട്. അതിൻ്റെ പേരിൽ ക്രിസ്തു മതത്തിനെ നിർബന്ധമായിട്ട് അവിടെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന രീതിയിലത്തേക്കോ, എല്ലാവരും ഒരു മതത്തിലെ പ്രാർത്ഥന മാത്രം പാടിയാൽ മതി എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർബന്ധം അവിടെ നടപ്പാക്കുകയാണ് എന്നോ അർത്ഥമില്ലല്ലോ എന്നാണ് കോടതി ഇവിടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹർജിക്കാരൻ്റെ അഭിഭാഷകനോട് കോടതി മറ്റൊരു കാര്യം കൂടി വളരെ വ്യക്തമായി ചോദിച്ചു. നിങ്ങളൊരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ് ഈ കോടതിക്ക് മുന്നിൽ ഈ വിഷയം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സർക്കുലർ കർശനമായി നടപ്പാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? കോടതിയുടെ സമീപനത്തിലെ ഒരു വ്യക്തതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഒരു യഥാർത്ഥ പരാതിയേക്കാൾ ഒരു സാങ്കല്പിക ആശങ്കയുടെ പേരിൽ ഹർജി കൊടുത്തതാണോ എന്നുള്ളതാണ് കോടതി ഇവിടെ പരിശോധിച്ചിരിക്കുന്നത്. ഈ കേസിൽ വിധി വന്നിട്ടില്ല. പക്ഷേ ഇതുവരെ നടന്നിരിക്കുന്ന പരാമർശങ്ങളെല്ലാം തന്നെ കോടതി എങ്ങോട്ടാണ് പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വാക്കാലുള്ള ഡയറക്ഷൻസ് തന്നെയാണ്. വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ചോദ്യം കൂടി കോടതി അഭിഭാഷകനോട് ചോദിച്ചിട്ടുണ്ട്. സർക്കുലർ നിലവിൽ വന്നിട്ട് കാലം കുറച്ചായെങ്കിലും ഇത് ലംഘിച്ചവർക്കെതിരെ ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. തന്നെയുമല്ല, അങ്ങനെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് കോടതി വ്യക്തമായിട്ട് അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹർജിക്കാരുടെ അഭിഭാഷകൻ തന്നെ ഇത് അവസാനം സമ്മതിക്കുന്നുണ്ട്. ഇതുവരെ ആരും അത് കർശനമായി നടപ്പാക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നാണ് ഈ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. എന്നാൽ അതിനോട് കോടതി പ്രതികരിച്ചത് കൂടുതൽ കൃത്യതയോടെയാണ്. ശിക്ഷാ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നിർബന്ധിതമാണ് എന്ന് വാദിക്കാനെങ്കിലും കഴിയുകയുള്ളൂ. ഇതുവരെ ഇതുമൂലം ആരെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, ആർക്കെങ്കിലും എതിരെ ഇത് പാടിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ ശിക്ഷ ഏതാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോടതി ഇവിടെ ചോദിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1986 കേരളത്തിലെ ഒരു കേസുണ്ട്, ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അന്ന് കേരളത്തിലെ ഒരു സ്കൂളിൽ യഹോവ സാക്ഷികളിൽപ്പെട്ട 3 കുട്ടികൾ ദേശീയഗാനം പാടാൻ വിസമ്മതിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അത് പിന്നീട് കോടതിയിലെത്തുന്നു. അവിടെ ഒരു ശിക്ഷാ നടപടി തന്നെ നടപ്പാക്കപ്പെട്ടു. അതായത് അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നതുകൊണ്ടാണ് സുപ്രീം കോടതി ആ കേസിൽ കുട്ടികൾക്ക് അനുകൂലമായിട്ട് വിധിച്ചത്. അതായത് ദേശീയ ഗാനത്തിൻ്റെ ആലാപനം അവിടെ നിർബന്ധിതമായിരുന്നുവെന്നും അത് പാടിയില്ല എങ്കിൽ അവർക്ക് ശിക്ഷയുണ്ട് എന്നും അന്ന് കോടതിയുടെ മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞു. എന്നാൽ ബംഗാളിലെ ഇപ്പോഴത്തെ സർക്കുലറിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ശിക്ഷാവിധിയും പറഞ്ഞിട്ടില്ല. ആരെയും അങ്ങനെ എന്തെങ്കിലും ശിക്ഷ നൽകിയതായിട്ടോ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായിട്ടോ എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ സമ്മതിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ബിജോയ് ഇമ്മാനുവൽ കേസിലെ സാഹചര്യവുമായിട്ട് ഈ കേസിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനമാണ്. ആദ്യത്തെ കേസിൽ ഒരു ശിക്ഷാ നടപടി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ശിക്ഷാ നടപടികളും അവിടെ ഇല്ല എന്ന് കൃത്യമായിട്ട് ഈ ഹർജിക്കാരുടെ അഭിഭാഷകൻ തന്നെ കോടതിയോട് പറയുന്നു.
ബംഗാളിൽ വന്നിരിക്കുന്ന സർക്കുലറിൽ സ്കൂളുകളോട് പ്രോത്സാഹനപരമായിട്ടുള്ള ഒരു നിർദ്ദേശം മാത്രമാണുള്ളത്. ഒരു തരത്തിലുള്ള ശിക്ഷയും ഇല്ലാത്ത ഒരു സർക്കുലർ. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ധീരജ് കുമാർ ത്രിവേദി ഇതേ കാര്യം തന്നെ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഹർജിക്കാർക്ക് ഈ ദേശീയ ഗീതം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സത്തിന് സ്റ്റേക്കോ ഇഞ്ചക്ഷനോ ഒന്നും തന്നെ ആവശ്യപ്പെടാനായിട്ട് കഴിയില്ല എന്നും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ അതിന് കൂടുതൽ സമയം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവസാനം ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാം എന്ന് പറഞ്ഞാണ് കോടതി ഈ ഹർജി മാറ്റിവെക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാരുകൾക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം എന്നുള്ളത് പുതിയ കാര്യമല്ല. മുമ്പും കോടതികൾ ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. 2017 മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങളിലും വന്ദേമാതരം ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ പുറത്ത് റിവ്യൂ ഉണ്ടായി. അന്ന് ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവ് ഭേദഗതി ചെയ്തു. എന്നിട്ട് അത് സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള ഒരു തീരുമാനത്തിന് വിടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പ്രത്യേകം ഓർക്കുക, ഇവിടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇത്തരമൊരു നിർദ്ദേശം തെറ്റാണ് എന്നല്ല, മറിച്ച് അത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന നയപരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നാണ്. അതായത് പശ്ചിമ ബംഗാളിൽ അവിടുത്തെ സർക്കാർ ഇപ്പോൾ ചെയ്തതുപോലെ ഒരു സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ട് എന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ ജുഡീഷ്യറി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. സത്യത്തിൽ നിലവിലത്തെ നിയമങ്ങൾ പറയുന്നതനുസരിച്ച് എവിടെയാണ് വന്ദേമാതരം പൂർണ്ണമായും നിർബന്ധിതമായും പാടേണ്ടത്? 2026 ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദമായി ഒരു പ്രോട്ടോകോൾ പുറപ്പെടുവിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നതും സ്കൂൾ അസംബ്ലികളിലും മറ്റ് സ്ഥലങ്ങളിലും വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ പതിപ്പ് 6 സ്റ്റാൻസുകൾ ഉൾപ്പെടെ ആലപിക്കണം എന്നാണ്. പക്ഷേ അത് മേ സിംഗ് എന്നാണ്, ഷാൽ സിംഗ് എന്നല്ല. നിയമപരമായി മേ എന്ന വാക്ക് ഉപയോഗിക്കുന്നതും ഷാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നതും വ്യത്യസ്തമാണ്. നിർബന്ധമാണെങ്കിലാണ് ഷാൽ എന്നുപയോഗിക്കുന്നത്. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പാടാം എന്നാണ്. തന്നെയുമല്ല, അത് പാടിയില്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീനൽ പ്രൊവിഷൻസ് ഉള്ളതായിട്ട് ഈ ഒരു പ്രോട്ടോകോൾ ഡോക്യുമെൻറ്റിൽ എങ്ങും തന്നെ പറയുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മെയ് മാസത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ സർക്കുലർ അതിൽ ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശിക്ഷ നൽകും എന്ന രീതിയിലത്തേക്കുള്ള ഭീഷണിയില്ല, മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ദേശീയ പ്രോട്ടോകോളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കുലർ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ബങ്കിം ചന്ദ്ര ചാറ്റർജി 1870കളിലാണ് വന്ദേമാതരം എഴുതുന്നത്. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിലൂടെ 1882 പുറത്തു വരുന്നു. ഈ വന്ദേമാതരം എന്ന ഗാനം സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് വലിയ ആവേശമായതാണ്. സ്വാതന്ത്ര്യസമര കാലത്ത് ഈ ഗാനം വഹിച്ച പങ്ക് നിസ്തുലമാണ്. കാരണം ബ്രിട്ടീഷ് ഭരണകൂടം ഇത് നിരോധിച്ചതാണ്. പലരും ജയിലിൽ പോയതുപോലും ഈ ഗാനം ആലപിച്ചതിൻ്റെ പേരിലാണ്. 1896 രവീന്ദ്രനാഥ ടാഗോർ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഇത് ആലപിക്കുന്നത്. അതോടുകൂടി അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരടയാളമായിട്ട് മാറുകയും ചെയ്തു. വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹരമായിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. എന്നാൽ അതിൽ സ്വാതന്ത്ര്യസമര സേനാനികളെ ത്രസിപ്പിച്ച അവർക്ക് പ്രചോദനമായ വരികളെല്ലാം തന്നെ പിന്നീട് വരുന്നവയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു ഗാനത്തിനെ അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ പ്രകൃതി വർണ്ണന മാത്രം സ്വീകരിക്കുക എന്ന് പറയുന്നത് ആ ഗാനത്തിനോട് ചെയ്ത അനീതിയാണ്. ആ അനീതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇല്ലാതെയാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. 1896 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഈ ഗാനം ആലപിച്ചതിന് ശേഷം പിന്നീട് 3-4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ അവരാണ് ഇതിൽ മതപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇത് ആലപിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നം ഉയർത്തുന്നത്. അന്ന് ലീഗിനെ കൂടി ഒപ്പം കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നടത്തിയ ഒരു വിട്ടുവീഴ്ചയാണ് അന്ന് ഈ ഗാനത്തിൻ്റെ 2 സ്റ്റാൻസയെ മാത്രം ദേശീയ ഗീതമായിട്ട് സ്വീകരിക്കുക എന്ന മട്ടിലേക്ക് പോയത്. എന്നാൽ ആ 3-4 പതിറ്റാണ്ടുകൾ വന്ദേമാതരം ആലപിക്കുന്നതിന് കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിമിനും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, അന്നത്തെ പല മുസ്ലിങ്ങളും, ഉദാഹരണത്തിന് മൗലാന അബുൽ കലാം ആസാദ്, റാഫി അഹമ്മദ് കിദ്വായി, ഡോക്ടർ സയ്യദ് മെഹ്മൂദ്, പ്രൊഫസർ റേസൗൾ കരീം, ഇങ്ങനെയുള്ള നിരവധി മുസ്ലിങ്ങൾ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനൊപ്പം നിലപാടെടുത്തിരുന്ന ആൾക്കാരുമാണ്. ചുരുക്കി പറഞ്ഞാൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും വിലക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ മതപണ്ഡിതർ കൂടിയായിരുന്ന ഇതിൽ എല്ലാ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാകണമായിരുന്നു. പക്ഷേ അതിനെ ഒരു രാജ്യസ്നേഹം ഉയർത്തുന്ന ദേശീയ പ്രസ്ഥാനത്തിനെ അത്രത്തോളം നയിച്ചിരിക്കുന്ന ഒരു ഗാനം എന്ന നിലയിൽ മാത്രമാണ് ഇവരെല്ലാവരും തന്നെ അതിനെ കണ്ടത്. പിന്നീട് അന്നത്തെ ലീഗും ജിന്നയും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുവരെ ഇല്ലാതിരുന്ന, അതായത് 3-4 പതിറ്റാണ്ടുകൾ മുസ്ലിങ്ങൾക്ക് പാടുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരുന്ന ഈ ഒരു പാട്ടിൽ പ്രശ്നമുണ്ട്, അത് മതപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. 1905 മറ്റും ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നു ചേർന്നാണ് ബരിസാൾ എന്ന സ്ഥലത്ത് വന്ദേമാതരം ആലപിക്കുന്നതും അറസ്റ്റ് വരിക്കുന്നതും.
പറഞ്ഞു വന്നത് ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം മുൻപ് തന്നെ നമ്മുടെ രാജ്യത്തെ ഹൈക്കോടതികൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ശിക്ഷാ നടപടിയും ഉൾപ്പെടുത്താതെ ഇത് പാടണം എന്നുള്ള ഒരു ഡയറക്ഷൻ ഈ സംസ്ഥാനത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും ബംഗാളിൽ സർക്കാർ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനെ നിയമപരമായി ചലഞ്ച് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും തന്നെയില്ല. ഈ വിഷയത്തിൽ കൽക്കട്ട ഹൈക്കോടതി അന്തിമ വിധി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുവരെ നടത്തിയിരിക്കുന്ന വാക്കാലുള്ള പരാമർശം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ സമർത്ഥിക്കുന്നുണ്ട്. രാജ്യത്തെ ബഹുമാനിക്കുന്ന ഒരു ഗീതം പാടുന്നത് ഒരു മതത്തിനും ഭീഷണിയല്ല. മദ്രസകളിൽ ദേശീയ ഗീതം ആലപിക്കുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് കോടതി പറഞ്ഞത്. ബിജോയ് ഇമ്മാനുവൽ കേസിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഷയത്തിൽ ആരെയും ആലപിക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ആർക്കെതിരെയും ശിക്ഷാ നടപടികളില്ല. ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. പിന്നെ വന്ദേമാതരത്തിൻ്റെ ചരിത്രവും എത്രത്തോളം താല്പര്യത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസിലെ മുസ്ലിങ്ങൾ ആ പാട്ടിനെ പണ്ട് സ്വീകരിച്ചിരുന്നത് എന്നുള്ള കാര്യവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതിനെ ബഹുമാനിക്കുന്നത് ഏതൊരു ഭാരതീയൻ്റെയും കടമയാണ്, അല്ലാതെ അതൊരു ഭാരമല്ല എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. ഈ ഗാനം ആലപിക്കുന്നത് വഴി ഇതിൻ്റെ രചയിതാവിനെയോ നമ്മുടെ രാജ്യത്തെയോ മാത്രമല്ല നമ്മളിവിടെ ബഹുമാനിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂടിയാണ് എന്നുള്ളത് ഓർക്കുക. അങ്ങനെ നല്ല ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.